കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക പ്രസ്ഥാനമാണ് കെ എസ് ടി എ ഈ വരുന്ന ഓഗസ്റ്റ് 2-ാം തീയതി കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും മാർച്ചും ധർണയും നടത്തുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വാർത്ത നല്ല നിലയിൽ മാധ്യമങ്ങളിൽ വരണം എന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്നിവിടെ പങ്കെടുക്കുന്നത് ഞാൻ കെ എസ് ടിയുടെ ജില്ലാ സെക്രട്ടറി ആർ വിദ്യാവിനോദ്. ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് കെ എസ് ടിയുടെ സംസ്ഥാന സെക്രട്ടറി എ നജീബ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി സുജു മേരി, ജില്ലയുടെ പ്രസിഡന്റ് ബി ബിജു. വിശദീകരിക്കുന്നതിനായി നജീബ് സാറിനെ ക്ഷണിക്കുകയാണ്. ബഹുമാന്യരെ, എല്ലാവർക്കും നമസ്കാരം. കെ എസ് ടി എ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട 35ഓളം ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടാണ് ഓഗസ്റ്റ് 2-ാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കും മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലേക്കും അധ്യാപകരുടെ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സംരക്ഷണ യജ്ഞം, വിദ്യാകിരണം, സമഗ്ര ഗുണമേന്മ പദ്ധതി തുടങ്ങിയ വിവിധ പരിപാടികളിലൂടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഭൗതികവും അക്കാദമികവുമായ വലിയ മുന്നേറ്റമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കുട്ടികൾ വർദ്ധിക്കുകയും കൂടുതൽ അധ്യാപകർക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരുവാനുമുള്ള അവസരം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ സമരത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്നത് ഇന്ത്യക്കും ലോകത്തിനും മാതൃകയായി പ്രവർത്തിക്കുന്ന പൊതുവിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രം ന്യായമായി അനുവദിക്കേണ്ടുന്ന ഫണ്ടുകൾ തടഞ്ഞു വെക്കുകയാണ്. വിദ്യാലയങ്ങളിൽ അക്കാദമിക പിന്തുണാ സംവിധാനമായി പ്രവർത്തിക്കുന്ന സമഗ്ര ശിക്ഷ അടക്കമുള്ള പ്രോജക്റ്റ് നൽകേണ്ടുന്ന തുക നൽകാത്ത സാഹചര്യമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ വിവേചനം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അധ്യാപക മേഖലയിൽ ധാരാളം അധ്യാപകർ കടന്നു വരുന്നത് പോലെ തന്നെ ചുരുക്കം ചില വിദ്യാലയങ്ങളിലും കുട്ടികൾ കുറവ് കാരണം അധ്യാപകരുടെ തസ്തിക നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ നഷ്ടപ്പെടുന്ന അധ്യാപകർക്ക് ജോലി സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്. അധ്യാപകരുടെയും ജീവനക്കാരോടും എക്കാലവും അനുഭാവപൂർവമായ ഒരു സമീപനം സ്വീകരിക്കുന്ന സർക്കാർ 5 വർഷത്തിലൊരിക്കൽ നടത്തേണ്ടുന്ന ശമ്പള പരിഷ്കരണം അതിന് ഡ്യൂ ആയിരിക്കുന്നു. ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുകയും അത് നൽകുകയും ചെയ്യണമെന്ന് ഈ സമരത്തിൻ്റെ ഭാഗമായി ആവശ്യപ്പെടുകയാണ്. DA അടക്കമുള്ള ജീവനക്കാർക്കും അധ്യാപകർക്ക് ലഭിക്കുന്നതിനുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകണം എന്നാവശ്യപ്പെടുകയാണ്. സൂചിപ്പിച്ചതുപോലെ വളരെ മികച്ച നിലയിൽ പൊതുവിദ്യാലയങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സംതൃപ്തമായ ഒരു അധ്യാപക സമൂഹത്തെയും സൃഷ്ടിക്കേണ്ടത് ആവശ്യമാണ്. അതിനാവശ്യമായ എല്ലാ നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ കലാകായിക പ്രവൃത്തി പരിചയ അധ്യാപകർ കുട്ടികൾ കുറഞ്ഞ് പുറത്തു പോകുന്നവരെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ആവശ്യമായിട്ടുള്ള അധ്യാപക വിദ്യാർത്ഥി അനുപാതത്തിൽ ആവശ്യമായ ഇളവുകൾ നൽകി അവരെ സംരക്ഷിക്കുമെന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇതിനോടകം തന്നെ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം സർക്കാർ അംഗീകരിക്കുന്ന തലത്തിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുള്ളത് സ്വാഗതാർഹമാണ്. ഓഗസ്റ്റ് 2-ന് നടത്തുന്ന പ്രക്ഷോഭത്തിൽ ഉന്നയിക്കുന്ന 35 ഡിമാൻഡുകളും അധ്യാപകരുടെയും പൊതുവിദ്യാഭ്യാസത്തെയും സംരക്ഷിക്കുവാനും മെച്ചപ്പെടുത്തുവാനും വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൻ്റെ ആകെ പിന്തുണയും ഈ സമരത്തിന് ആവശ്യമായിട്ടുണ്ട്. ബഹുമാന്യരായ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഞങ്ങളുടെ ഈ പ്രക്ഷോഭ പരിപാടി തത്സമയം അത് സംപ്രേഷണം ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിനും ഞങ്ങൾ ഉയർത്തുന്ന ഈ മുദ്രാവാക്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും ഞങ്ങളോടൊപ്പം സഹകരിക്കണം. നിങ്ങളുടെ എല്ലാവിധമായ സഹായവും KSTക്ക് വേണ്ടി വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചത്, ഞങ്ങൾ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി മികവ് 2025 നിലയിൽ ഒരു അക്കാദമിക പിന്തുണാ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിൻ്റെ സംസ്ഥാനതലം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ നിർദ്ദേശം അധ്യാപക സമൂഹത്തിന് മുന്നിൽ പൊതുസമൂഹത്തിന് മുന്നിൽ വച്ചിട്ടുള്ളത്. മാറി വരുന്ന കാലാവസ്ഥകൾക്കനുസരിച്ച് നമ്മുടെ KER പ്രകാരമുള്ള അവധി ദിനങ്ങളെക്കുറിച്ചുമെല്ലാം ഒരു ആലോചനയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതാണ്. അത് വിദഗ്ധമായിട്ടും അതിന്
ആധികാരികമായി പറയാൻ പറ്റുന്ന വിദഗ്ധരുടെയും എല്ലാം അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് മാത്രം ആലോചിച്ച് തീരുമാനിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രി ആ നിലയിൽ ഒരു സൂചന ആണ് നൽകിയിട്ടുള്ളത്. അത്തരത്തിലൊരു ചർച്ച ആകാം എന്ന് മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. അതാണ് സാർ, അതൊരു അധ്യാപക സംഘടനയോ നമ്മൾ വ്യക്തിപരമായോ പറയേണ്ട ഒരു വിഷയമല്ല. അത് കാലങ്ങളായി കുട്ടികൾക്ക് ഈ അവധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ശാസ്ത്രീയമായ വിദഗ്ധന്മാരുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിലെന്തെങ്കിലുമൊക്കെ ഭേദഗതി വരണമെങ്കിൽ അത്തരത്തിലുള്ള ശരിയായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആകണം. അങ്ങനെ അത് ചെയ്യാനും കഴിയുള്ളൂ എന്നതാണ് KSTയുടെ അഭിപ്രായം. ഇല്ല സാർ, ആ നിർദ്ദേശത്തെ എതിർത്തിട്ടില്ല, അനുകൂലിച്ചിട്ടുമില്ല. അത് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ പറയാൻ കഴിയുന്ന നിലയിലുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ട് അത് നടപ്പാക്കേണ്ടതാണ്. മന്ത്രി വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം അത് വളരെ സൂചിപ്പിച്ചു കൃത്യമായി. ജൂൺ ജൂലൈയിൽ നമുക്ക് ഒരുപാട് സാധ്യമായ ദിവസങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ആലോചന ആകാം എന്ന നല്ലൊരു നിർദ്ദേശമാണ് വസിച്ചിട്ടുള്ളത്. ഒരു പോസിറ്റീവായ നിർദ്ദേശമായി തന്നെയാണ് KST അതിനെ കാണുന്നത്. അതിലൊരു തീരുമാനം ഉണ്ടാകേണ്ടത് ഞാൻ ഈ സൂചിപ്പിച്ച രീതിയിലാണ്. നജീബ്, KST സംസ്ഥാന സെക്രട്ടറി. 944 707 5091. സർ, മറ്റെന്തെങ്കിലും? ഇല്ല. സന്തോഷം. അപ്പോൾ ഒരിക്കൽ കൂടി സംഘടനയ്ക്ക് വേണ്ടി എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും സ്നേഹപൂർവ്വം ഞങ്ങളുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവിധമായ പിന്തുണയും വളരെ ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ മാർച്ച് പബ്ലിക് ലൈബ്രറിയുടെ മുന്നിൽ നിന്നാണ് ആരംഭിക്കുന്നത്. 11 മണിക്ക് ആണ്. 2500-ലധികം അധ്യാപകരെയാണ് ഞങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിച്ചേരുമ്പോൾ നല്ലൊരു കവറേജ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുകയാണ്.